വിശുദ്ധ ഖുർആൻ 57 അധ്യായം 25 നിശ്ചയമായും നാം നമ്മുടെ ദൂതന്മാരെ വ്യക്തമായ തെളിവുകളുമായി നിയോഗിച്ചിരിക്കുന്നു. അവരോടൊപ്പം വേദവും തുലാസും അവതരിപ്പിച്ചിരിക്കുന്നു. മനുഷ്യർ നീതി നിലനിർത്താൻ നാം ഇരുമ്പും ഇറക്കി കൊടുത്തിരിക്കുന്നു. അതിൽ ഏറെ ആയോധന ശക്തിയും ജനങ്ങൾക്കുപകാരവുമുണ്ട്. ഈ വചനത്തിലെ ഒരു പ്രയോഗം നമുക്ക് ശ്രദ്ധിക്കാം. വഅൻസൽനൽ ഹദീദ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അർത്ഥം വെച്ച് മുനകൂർത്ത വാക്കുകളെ അള്ളാഹുവിന്റെ വേദം പറയൂ. അൻസൽന എന്നതിന്റെ അർത്ഥം ഇരുമ്പിനെ നാം ഉപരിമണ്ഡലത്തിൽ നിന്നും ഇറക്കി എന്നാണ്. മഴ പെയ്യുന്നതിനെ പറ്റിയും ഗബ്രിയേൽ അഥവാ ജിബ്രീൽ അലൈഹിസ്സലാം വഴി ഗ്രന്ഥങ്ങൾ അവതീർണമാവുന്നതിനെ പറ്റിയുമാണ് ഖുർആനിൽ ആ പ്രയോഗം വേറെയുള്ളത്. അതായത് മറ്റു ധാതുവിഭവങ്ങൾ പോലെയല്ല ഇരുമ്പ്. ഇരുമ്പ് ഭൂമിയിൽ ഉണ്ടായതല്ല എന്ന്. ആസ്ട്രോണമി എന്താണ് പറയുന്നതെന്നറിയുമോ? ഇരുമ്പ് ഒരിക്കലും ഭൂമിയിൽ രൂപപ്പെട്ടതാവാൻ വഴിയില്ല. കാരണം ഇരുമ്പുണ്ടാവാൻ ആവശ്യമായ ഊഷ്മാവ് താങ്ങാനുള്ള കെൽപ്പ് ഭൂമിക്കില്ല. മറിച്ച് ആകാശത്ത് നടന്ന ഉയർന്ന താപവും മർദ്ദവും സമ്മേളിച്ച വമ്പിച്ച സൂപ്പർനോവ സ്ഫോടനങ്ങൾ വഴി ഉൽക്കകളായാണ് ഭൂമിയിൽ ഇരുമ്പ് പതിച്ചത് എന്നാണ് ശാസ്ത്രീയ ഭാഷ. ആ കാര്യം കുറച്ചുകൂടെ സുന്ദരമായും സുദൃഢമായും മഹാവേദം കുറച്ചാദ്യമേ പറഞ്ഞു തന്നു. ഇരുമ്പ് നനഞ്ഞാൽ തുരുമ്പിക്കും. നമ്മുടെ ഹൃദയമാവട്ടെ ഈമാൻ കൊണ്ട് നനഞ്ഞില്ലേലാണ് തുരുമ്പിക്കുക. തുരുമ്പിച്ച ഹൃദയങ്ങളെ രാഗി മിനുക്കാനുള്ള മരുന്നാണ് വിശുദ്ധ ഖുർആൻ എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം